സംസ്ഥാനം കാത്തിരിക്കുന്ന പുതുവർഷ പെൻഷൻ, അതായത് ജനുവരി മാസം നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തെ പറ്റിയുള്ള പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ജനുവരി മാസം 1-ാം തീയതിയോടെ പെൻഷൻ ആരംഭിക്കുമെന്ന ഒരുപാട് ആളുകളുടെ ഒരു സംശയത്തിനുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ. 2024 മാർച്ച് മാസം മുതലാണ് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ സർക്കാർ പെൻഷൻ വീണ്ടും നൽകി തുടങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടയ്ക്ക് വെച്ച് ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ ആനുകൂല്യം മുടങ്ങിയിരുന്നു. അതിനുശേഷം അത് സാധാരണക്കാരുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി. അതോടൊപ്പം തന്നെ സർക്കാരിനും അതൊരു വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് സംസ്ഥാന ബഡ്ജറ്റിൽ 2024 മാർച്ച് മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ നൽകുമെന്ന പ്രധാന ഒരു അറിയിപ്പ് സർക്കാർ പുറപ്പെടുവിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നാളിതുവരെ എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ നമുക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജനുവരി മാസത്തെ പെൻഷൻ വിതരണവും ഇതേ രീതിയിൽ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ജനുവരിയിൽ ആദ്യ സമയത്ത് നമുക്ക് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അത് മാത്രമല്ല, നമുക്ക് 2 ഗഡുവാണ് പരമാവധി ലഭിക്കാനുള്ളത്. അതായത് 3200 രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആകെ 5 ഗഡുക്കൾ പെൻഷൻ്റെ കുടിശ്ശികയുണ്ടായിരുന്നു. ഈ കുടിശ്ശികയിൽ 2 ഗഡുക്കൾ 2024-25 സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരു ഗഡു ഓണസമയത്ത് സർക്കാർ നൽകി. ഇനി ബാക്കി ശേഷിക്കുന്ന ഒരു ഗഡു ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യേണ്ട ആ ഒരു ഗഡു ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ നൽകും. ചിലപ്പോൾ അത് ജനുവരിയിൽ വിതരണം ഉണ്ടെങ്കിൽ നമുക്ക് 3200 രൂപയോളം ലഭിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് സാധാരണയായി ലഭിക്കുന്ന 1600 രൂപ തന്നെയായിരിക്കും ലഭിക്കുക. ഇനി ഇതേ സാഹചര്യത്തിൽ ബാക്കി 3 ഗഡുകൾ കൂടി നമുക്കിനി വിതരണം ചെയ്യാൻ ശേഷിക്കുന്നുണ്ട്, കുടിശ്ശികയായിട്ടുള്ളത്. ആ 3 ഗഡുക്കളുടെ പ്രധാന അറിയിപ്പ് സർക്കാർ നൽകിയിട്ടുള്ളത് 2025-26 സാമ്പത്തിക വർഷത്തിൽ, അതും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ്. അതായത് സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരിക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് സർക്കാർ നൽകേണ്ട കുടിശ്ശികയും അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, പെൻഷൻ വർധനവിൻ്റെ പ്രധാന ഒരു അറിയിപ്പ് കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. സാധാരണക്കാർക്ക് ഏറ്റവും സഹായകരമാകുന്ന ഈ ക്ഷേമ പെൻഷൻ ആനുകൂല്യം ഈ സംസ്ഥാന ബഡ്ജറ്റിൽ ഉയർത്തിയേക്കുമെന്നുള്ള പ്രധാന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് സർക്കാർ ഇപ്പോൾ ജനങ്ങളുടെ ഹിതം പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് പൊതു അഭിപ്രായങ്ങൾ ആരായുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ച് ഫെബ്രുവരി മാസമായിരിക്കും സംസ്ഥാന ബഡ്ജറ്റ് നടത്തുക, അല്ലെങ്കിൽ ഈ ജനുവരി ഒടുവിലൂടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ആ പ്രഖ്യാപനം ഉണ്ടായേക്കും. ഇപ്പോൾ 1600 രൂപയാണ് നമുക്ക് സാധാരണ രീതിയിൽ ലഭിക്കുന്നത്. അത് എല്ലാ മാസവും ഒടുവിൽ ലഭിക്കുന്നുണ്ട്. ഇനി പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ സാക്ഷ്യപത്ര സമർപ്പണമാണ്. അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച് നമ്മൾ അറിയിപ്പുകൾ നൽകിയിരുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിനുവേണ്ടി അപേക്ഷകൾ വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി. അതിനുശേഷം ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും വേണം. അപ്പോൾ ഈ അറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.